ഗംഭീരമായ പാട്ടിലെ ഈ പെൺകുട്ടി ഇപ്പോൾ വൈറലാണ്. വൈറലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈറലാണ് ഈ പെൺകുട്ടി. ആര്? ആ തട്ടമിട്ട പെൺകുട്ടിയാണ് പറയുന്നത് കേട്ടോ. ആ തട്ടമിട്ട പെൺകുട്ടിയില്ലേ, അവളിപ്പോൾ ഗംഭീര വൈറലാണ്. എന്തിനാണ് ഈ തട്ടമിട്ട് ഡാൻസ് കളിച്ചത് എന്നതാണ് പ്രശ്നം. ഈ ഒരു വീഡിയോയ്ക്ക് താഴത്തേക്കുണ്ട് കമൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഉപദേശ ആങ്ങളമാരെ കൊണ്ടാണ് നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ചില ആൾക്കാരൊക്കെ അവരുടെ മാത്രം സ്ക്രീൻഷോട്ടുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഗംഭീരമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ മോളെ നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ നരകത്തിൽ പോകണ്ടേ എന്ന് പറഞ്ഞുള്ള കമൻറ്റുകളുണ്ട്. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒരു കമൻറ്റ് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാൻ കേട്ടോ. എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ വേണം. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് വെയറിംഗ് ഹിജാബ്. ഡാൻസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷെ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമോ? ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ധരിക്കില്ലേ, എന്തിനാണ്? ഇന്നൊരു രക്ഷയില്ലാത്തൊരു ഉദാഹരണം അവർ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര 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 ബഹുമാനം തോന്നിപ്പോയി. കാരണം എന്തൊരു ഭംഗിയായിട്ടാണ് അവര് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആ ഒരു ഹിജാബ് ധരിച്ച് ഡാൻസ് കളിക്കുന്ന പെൺകുട്ടിയെ ഉപദേശിക്കുന്നത് അല്ലേ. സോഷ്യൽ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണോ? അല്ലല്ലോ. ഹിന്ദുക്കള്, മുസ്ലിങ്ങള്, ക്രിസ്ത്യൻസ്, പാഴ്സികള്, ലോകത്തുള്ള എല്ലാ ജാതി മത വർഗ വർണ്ണ എല്ലാ ടീമും അല്ലേ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ലേ. അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഈ താത്ത ഇതാ തട്ടമിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു പെൺകുട്ടിയെ ഉപദേശിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. ഇങ്ങനെയൊക്കെ തന്നെ വേണം അല്ലേ. ഗംഭീരമായിട്ടുള്ള ഉപദേശം. ഞാൻ വെറുതെ നമ്മൾ ഇവരെ ഇത്തരം ആളുകൾ നമ്മൾ അത്ര ഫോളോ ചെയ്യാറില്ല. അപദോഷങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നു പെട്ടതാ. അപ്പം ഞാൻ നല്ല ഉപദേശമല്ലേ, നീ ഡാൻസ് കളിച്ചോളൂ കുട്ടിയെ, പക്ഷെ എന്തിനാ നീ ഇസ്ലാമിക ആചാരപ്രകാരമായിട്ടുള്ള തട്ടം ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ ചുമ്മാ ഇതിൻ്റെ ബാക്കി നോക്കുമ്പോൾ ഈ വീഡിയോ വേറൊരുത്തരത്തിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് അതിഗംഭീരമായ റിയാക്ഷൻ ആട്ടോ. അതെങ്ങനെയാണ് കുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് വെയറിംഗ് ഹിജാബ്. അപ്പൊ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇസ്ലാം വിശ്വാസികൾക്ക് അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാവാം പലരും വിമർശിച്ചത്. ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, അല്ലേ. ഇത് നല്ല രസമായിട്ട് ആ ഒരു സ്ത്രീ നമ്മുടെ താത്ത മുബീസ് പറഞ്ഞതിനെ വിഷ്ണു വേഗ് എന്ന് പറയും. താത്തയുടെ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, താങ്കൾ റീൽസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് റീൽസ് ചെയ്യാതിരിക്കുക. ഒരുപാട് പുരുഷന്മാർ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ താങ്കളെ കാണുന്നുണ്ട്. അപ്പൊ ദയവ് ചെയ്ത് ഹിജാബിന്റെ മഹത്വം കളയാതിരിക്കുക. എന്താ പറയാ, ഹിജാബ് ധരിക്കാതെ കുട്ടി ഡാൻസ് കളിച്ചാൽ നിങ്ങൾ ഒരുപാട് കുട്ടി വിമർശിക്കും. എന്റെ ചോദ്യം തന്നെ, അള്ളാഹു കൊടുത്തൊരു കഴിവല്ലേ ഈ കുട്ടിക്ക് ഡാൻസ് കളിക്കുന്നത്. അപ്പൊ ആ കുട്ടിയെ കഴിവും വെച്ച് ഡാൻസ് കളിക്കുന്നതിൽ അള്ളാഹുവിന് എന്ത് പ്രശ്നം ഉണ്ടാവുമെന്ന്? അത് ഹിജാബ് ധരിച്ച് നിങ്ങളുടെ ഭാഷയിലുള്ള മാന്യമായ വസ്ത്രം ധരിച്ചിട്ട് എന്തിനാണ് എല്ലാത്തിനും ഈ മതം? ആ വിഷ്ണു വ്ലോഗ് എന്ന് പറയുന്ന മനുഷ്യൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ താത്ത ഹിജാബൊക്കെ ധരിച്ചിട്ട് എന്നല്ലേ ഇതൊക്കെ മറച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടല്ലേ ഈ സംസാരിക്കുന്നേ. സോഷ്യൽ മീഡിയ അത്ര നല്ല ലോകമാണോ? ആണോ? മതപണ്ഡിതന്മാർ മുഴുവൻ ഈ സോഷ്യൽ മീഡിയ അങ്ങനെ നല്ല ലോകമായിട്ട് കരുതുന്നുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല എന്നുള്ളതാണ്. ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. അങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അതും എന്താ പറയുക, കണ്ണൊക്കെ പുറത്ത് കാണുന്നു, മുഖമൊക്കെ പുറത്ത് കാണുന്നു, അങ്ങനെ ഒരു വസ്ത്രം ധരിച്ചിട്ട് വന്നിരുന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ എത്ര ആണുങ്ങൾ അത് കാണുന്നുണ്ട്. ഈ ആണുങ്ങൾ ഈ എന്താ പറയുക സ്ത്രീകളുടെ മുഖമൊക്കെ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാണോ? അത് ശരിക്കും ശരിയാണോ? അപ്പം ഈ പറയുന്ന മുബീസ് എന്ന് പറയുന്ന ആൾ ചെയ്യുന്നതും തെറ്റല്ലേ എന്നാണ് ഈ പറയുന്ന വിഷ്ണു അടക്കമുള്ള ആളുകൾ ചോദിക്കുന്നത്. അപ്പം അങ്ങനെയാണോ എന്ന സംശയത്തിന് പുറത്ത് ഞാൻ കമന്റ് നോക്കിയപ്പോൾ അതിലുണ്ടാ, അങ്ങനെയാണെങ്കിൽ താത്ത കുറെ കൊളാബ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതെന്താ താത്ത ഒഴിവാക്കാത്തേ എന്ന് ചോദിക്കുന്നു. ഭയങ്കര രസമായി ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരാള്. താത്ത അങ്ങനെയാണെങ്കിൽ ബഹുമാനത്തോട് ചോദിക്കട്ടെ, പഴയ കുറേ കൊളാബ് വീഡിയോകൾ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നു. അതിനാണെങ്കിൽ ഇതാ നമ്മുടെ മുബീസ് ഗംഭീരമായി ഉത്തരം കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോകൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കണ്ടന്റിനെ പ്രതിനിധീകരിക്കുന്നതല്ല.
അവയിൽ പലതും പഴയ കൊളാബറേഷനുകളും പെയ്ഡ് പ്രൊമോഷനുകളും ഉള്ള വീഡിയോകളാണ്. അതുകൊണ്ട് എല്ലാം ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യാൻ എനിക്കിപ്പോൾ സാധിക്കില്ല എന്നവർ പറയുന്നു. അപ്പോൾ അതിൻ്റെ താഴത്തെ കമൻറ്റുകൾ നോക്കുമ്പോൾ ഒരാളിതാ എഴുതി വച്ചിരിക്കുന്നു, അത് ഭയങ്കര രസമാണ് കേട്ടോ. ഓക്കെ, അള്ളാഹുവിനേക്കാളും ഖുർആനേക്കാളും വലുതാണല്ലേ അപ്പോൾ കൊലാബും പെയ്ഡ് പ്രൊമോഷനും, നല്ല ദീനിയായ യുവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്കെതിരെ ഗംഭീരമായിട്ടുള്ള എഴുത്ത്. അപ്പോഴാണ് ഞാൻ നോക്കിയേ, ഇനിയിപ്പോൾ അങ്ങനത്തെ വല്ല കൊളാബ് മറ്റും ഇവർ ചെയ്തിട്ടുണ്ടോ? നമ്മൾ അറിയാതെ വെറുതെ വിമർശിക്കാൻ പാടില്ലല്ലോ. ഇവർ പറയുന്നത് പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്, പല കൊളാബറേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ എൻ്റെ മനസ്സ് മാറ്റി, ഞാൻ കൂടുതൽ ദീനിയായി, ഞാൻ കൂടുതൽ ദൈവത്തോട് അടുത്തു എന്നതാണ്. അങ്ങനെ കൂടുതൽ ദൈവത്തോട് അടുത്തു എന്ന് പറയുകയാണെങ്കിൽ പണ്ട് ചെയ്തിട്ടുള്ള എല്ലാ സംഗതിയും ഡിലീറ്റ് ചെയ്യണ്ടേ? അത് ശരിയാണ്, അത് പെയ്ഡ് പ്രൊമോഷൻസ് ഉണ്ട്, അതിൽ എന്താ പറയുക കൊളാബറേഷൻസ് ഉണ്ട്, ആയിക്കോട്ടെ, പെയ്ഡ് പ്രൊമോഷനൊക്കെ എടുത്ത് കളയണ്ടേ? കാരണം ദൈവമല്ലേ ഏറ്റവും വലുത്, ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ഏറ്റവും വലുത് എന്നാണ് താങ്കൾ പറയുന്നെങ്കിൽ പെയ്ഡ് പ്രൊമോഷനൊക്കെ പോയി പണിയാക്കട്ടെ. ഞാൻ അതിൻ്റെ പേരിൽ വല്ല നഷ്ടം വരുമെങ്കിൽ ഞാനത് നികത്തിക്കോളാം, എനിക്ക് ദൈവമാണ് വലുത് എന്ന് പറഞ്ഞിട്ട് പഴയ പെയ്ഡ് പ്രൊമോഷൻസ് ഒക്കെ എടുത്തിട്ട് തള്ളിക്കളയണ്ടേ? അതെന്താ തള്ളിക്കളയാത്ത എന്ന് എനിക്കും സംശയം തോന്നുന്നു. ഞാൻ ചുമ്മാ അവരെ പഴയ വീഡിയോസൊക്കെ തപ്പി വെക്കിട്ടോ, ഇനിയിപ്പം ഉണ്ടോന്ന് അറിയണ്ടേ. നോക്കിയിടേ, യജാതി പെയ്ഡ് പ്രൊമോഷൻസ് എന്നറിയാവോ? ഇതാ കണ്ടോക്കി, ഒന്നിതാ. വെറും 24 മണിക്കൂർ മാത്രമേ ഇനി ബാക്കിയുള്ളൂ മിസ്നാദിന്റെ 30,000 രൂപ പെരുന്നാൾ സമ്മാനം കിട്ടാനായിട്ട്. ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ടില്ല. ഈ തീറ്റനെ കുറിച്ചിട്ടാ 10 ദിർഹംസിനാണ് ദാ ഈ ഗ്രിൽഡ് ഫിഷ്, അതും നല്ല ഒന്നാന്തരം നല്ല അടിപൊളി മസാലയിൽ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടുള്ള ഗ്രിൽഡ് ഫിഷ്, കൂടെ റൈസും ഉണ്ട്. 10 ദിർഹംസേ ഉള്ളൂ. ഇത്രയധികം ആളുകൾ ഇവിടെ വന്ന് ഇഫ്താർ ബൊഫെ കഴിഞ്ഞിട്ടില്ല. അടുത്തത് ദാ എവിടെ എന്താ നെയ്പ്പത്തിൽ നോക്കിയേ, 2 നെയ്പ്പത്തിലും നല്ല അടിപൊളി പൊരിച്ച കോഴിയും ഇഷ്ടമുള്ള കറിയും ചൂസ് ചെയ്യാം. വെറും 7 ദിർഹംസ്, 6 ദിർഹംസ്. ഇത് കഴിഞ്ഞിട്ടില്ലേ? പുറത്ത് 15ഉം 20ഉം ദിർഹംസ് കൊടുക്കേണ്ടി വരുന്ന ഈ ജംസ്യൂട്ടിന് ഇവിടെ വെറും ഇനിയും കഴിഞ്ഞിട്ടില്ല. തടി കുറയ്ക്കാനും ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനും ബെസ്റ്റ് ആയിട്ടൊരു പ്രൊഡക്റ്റ് കാണിക്കട്ടെ. സ്ലിപ്പ്. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇതാ ക്യാഷ് സേവ് ചെയ്യണം എങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ മാർക്ക് ആൻഡ് സേവിലേക്ക് വിട്ടോ. കഴിഞ്ഞിട്ടില്ലട്ടാ. ഇതാ നോർമൽ സൺഗ്ലാസ് അല്ല കേട്ടോ, ഇതിന് വലിയൊരു പ്രത്യേകത ഉണ്ട്, കാണിച്ചു തരാം. നോക്കോ, ഇത് സൺഗ്ലാസ് ഒക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്ന. ഇതാട്ടാ അടുത്തത്. അല്ല, അറിഞ്ഞില്ലേ? മർഹബ മോൾ അൽ മദീന ഹൈപ്പർ മാർക്കറ്റിൽ നല്ല ഓണം ഫെസ്റ്റിവൽ നടക്കുകയാണ്. വാ, നമുക്ക് ഒരുമിച്ച് പർച്ചേസ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറുതായിട്ടൊന്ന് ചൂടുണ്ടാക്കി കേട്ടോ. എടാ, ഈ ഓണം എന്നൊക്കെ പറയുന്നത് സോക്കോൾഡ് ഇസ്ലാമികവാദികളുടെ ഭാഗത്തിൽ അവർക്ക് ആഘോഷിക്കാൻ പാടില്ലാത്തൊരു ആഘോഷമല്ലേ? അങ്ങനത്തെ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് പെയ്ഡ് പ്രൊമോഷൻ തീവ ഇസ്ലാമികമായിട്ട് ജീവിക്കുന്ന ഈ സ്ത്രീ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയായ പരിപാടിയാണോ? എൻ്റെ ചോദ്യം ന്യായമല്ലേ? നിങ്ങൾക്ക് ആരെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ എഴുതണം കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്നതാണ്. ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊരാളുമായിട്ടൊക്കെ പെയ്ഡ് പ്രൊമോഷനൊക്കെ ചെയ്തിരിക്കുന്നു. ഒരേ സമയം ഞാൻ ഭയങ്കര ദത്താണെന്ന് പറയുക, ദീനിയാണെന്ന് പറയുക, അതേ സമയം തന്നെ എല്ലാ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുക, എന്നിട്ട് അതൊക്കെ പണ്ടത്തെയാണെന്ന് പറയാം. പണ്ടത്തെ ആയിക്കോട്ടെ, പോയി പണിയേക്കാൻ പറയണമെന്ന് അല്ലേ? അതല്ല വേണ്ടത്. 2 തോണിൽ കാലിട്ടായാലും എങ്ങനെ ശരിയാവുക? എന്തായാലും ബൈ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എഴുതിയിരിക്കണേ.